ഇന്ന് ദേവിയുടെ സന്നിധിയിൽ എത്തിച്ചേരാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. മാത്രമല്ല ഇവിടെ ആദ്യം പറയുകയുണ്ടായി പുറം രാജ്യങ്ങളിൽ പോലും പൊങ്കാല അർപ്പിക്കുന്നുവെന്ന്. അപ്പോൾ ദേവിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് പൊങ്കാല അർപ്പിക്കാം. പല പല അമ്പലങ്ങളിൽ ഇപ്പോൾ പൊങ്കാല അർപ്പിക്കും. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ആറ്റുകാൽ ദേവിയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ രൂപമൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം അവിടെ പൂജ ചെയ്ത് അതേ സമയത്ത് അവിടെ അടുപ്പ് കത്തിക്കുകയും നീതിക്കുകയും ചെയ്യുന്നുണ്ട്. അത് അവിടെ എത്തിച്ചേരാൻ പറ്റാത്തവർക്ക് നമ്മുടെ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പൊങ്കാല അർപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ വീട്ടിലോ നമ്മുടെ ഓഫീസുകളിലോ എവിടെ വേണമെങ്കിലും പൊങ്കാല അർപ്പിക്കാം. മനസ്സിൽ ഭക്തിയും വിശ്വാസവും ഉണ്ടെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് പൊങ്കാല അർപ്പിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായി ആ ഓഫീസാണെങ്കിൽ അവിടെ ഐശ്വര്യം ഉണ്ടാവും, നമ്മുടെ വീടാണെങ്കിൽ അവിടെയും ഐശ്വര്യം ഉണ്ടാവും. വീട്ടിൽ അശുദ്ധി ഉള്ളവരുണ്ടെങ്കിൽ പൊങ്കാലയിടാം. വീട്ടിൽ അശുദ്ധി ഉള്ളവരുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരിക്കലും പൊങ്കാലയിടാൻ സാധിക്കില്ല. അങ്ങനെ ആ വീട്ടിൽ നിന്നും ഒരാൾക്ക് പോയി പൊങ്കാലയിടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് വ്രതം എടുക്കണം. ഏറ്റവും കുറഞ്ഞൊരു 3 ദിവസമെങ്കിലും വ്രതം എടുക്കണം. അപ്പോൾ ഈ വ്രതം എടുക്കുന്ന സമയത്ത് ഈ കൂടെ താമസിക്കുന്ന വ്യക്തികൾ, ഇപ്പോൾ അമ്മയാകാം അല്ലെങ്കിൽ സഹോദരിയാകാം മകളാകാം ആരുമാകട്ടെ, അപ്പോൾ അറിയാതെ തന്നെ അവരുമായി തൊടുകയും അവരുടെ അടുത്തേക്ക് ഇരിക്കേണ്ടി വരിക, ഇങ്ങനെയൊക്കെ അവസരങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് നിർബന്ധമായി പൊങ്കാല ഇടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ 3 ദിവസം മറ്റാരുടെയും വീട്ടിലോട്ട് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ആ വ്യക്തി ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയോ ചെയ്യുക. ശുദ്ധമായ സ്ഥലത്തിൽ നിന്ന് 3 ദിവസമെങ്കിലും വ്രതം എടുത്തിട്ട് പൊങ്കാല ഇടുന്നത് ഏറെ ഉത്തമമായിരിക്കും. വീട്ടിൽ പൊങ്കാല ഇടുന്ന വ്യക്തികൾ ആണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ആർക്കെങ്കിലും അശുദ്ധി ഉണ്ടെങ്കിൽ ഇടാതിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം എത്ര തന്നെ നമ്മൾ നോക്കിയാലും അവിടെ എന്തായാലും ഒരു അശുദ്ധി ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മളുടെ മനസ്സിൽ ഉള്ളതുപോലെ നമ്മൾ അറിയാവുന്നതുപോലെ ശുദ്ധമായ രീതിയിൽ ഇരുന്നിട്ട് ചെയ്യുന്നത് നല്ലതാണ്. പ്രേക്ഷകരോട് പൊങ്കാല ഇടുന്ന സമയം നിർബന്ധമായി പാലിക്കേണ്ട ചില കാര്യങ്ങൾ. ആറ്റുകാൽ പൊങ്കാല ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒത്തുചേരുന്ന ഉത്സവമാണ്. അതിനാൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചില മുൻകരുതലുകൾ